എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തറ MTVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷൻ ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. അപ്പോൾ ഈ മാസം നമ്മൾ ഡിസംബർ മാസത്തിലെ ലൈവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ മാസം നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാനും അത്യാവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീഡി ഇല്ലാതെ ഞാൻ കറക്റ്റായിട്ട് ഡിസിപ്ലിൻ ഈ മാസം കീപ്പ് ചെയ്യും. ഞാൻ കറക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ട്രെയിൽ ചെയ്ത് വെക്കും. ഞാൻ കറക്റ്റായിട്ട് പ്രോഫിറ്റാക്കി ഈ മാസം നല്ല രീതിയിൽ ന്യായമായിട്ടുള്ള എനിക്ക് അർഹതപ്പെട്ട പ്രോഫിറ്റോടു കൂടി ഞാൻ ഈ മാസം സസ്റ്റെയിൻ ചെയ്ത് നിൽക്കും എന്നുള്ള പ്രതിജ്ഞയോടു കൂടി നമുക്ക് തുടങ്ങാം. മാർക്കറ്റ് 9 പോയിൻ്റാണ് പ്ലസ്, ബാങ്ക് നിഫ്റ്റിയിൽ 32 പോയിൻ്റാണ് മാർക്കറ്റ്. അപ്പോൾ ഏകദേശമൊക്കെ ന്യൂട്രൽ ഓപ്പൺ ആണ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 10 മിനിറ്റാണ് നമ്മൾ ഈ മാസം നോക്കാൻ പോണത്. നമ്മൾ ഓരോ മാസം ഓരോ ടൈം ഫ്രെയിമിലാണ് കോൺസെൻട്രേഷൻ ചെയ്യണം. നമ്മൾ ആദ്യം 2 മിനിറ്റ് ആയിരുന്നു, പിന്നെ 5 മിനിറ്റായി, പിന്നെ 15 മിനിറ്റിൽ അനലൈസ് ചെയ്തു. അത് കുറച്ചും കൂടെ നമ്മൾ 10 മിനിറ്റിലേക്കും കൂടെ, കാരണം 15 മിനിറ്റ്സിൻ്റെ ചാർട്ട് വേറെ ഉണ്ട്, എക്സ്ട്രാ സ്ക്രീനിലുണ്ട്. പക്ഷേ 10 മിനിറ്റും കൂടെ നമ്മൾ എങ്ങനെയാണെന്നൊന്ന് ഈ മാസം നോക്കി പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഏത് ടൈം ഫ്രെയിം നോക്കിയാലും നമ്മൾ പഠിക്കുന്ന ലെവലിലേക്ക് ആവണം. അപ്പോൾ മാർക്കറ്റ് സ്റ്റിൽ ഡൗൺ സൈഡിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ 24,169, 24,045 എന്നുള്ള ലെവല് ഒരു ഒരു സോണാണ്. അപ്പോൾ നമ്മളൊരു സോൺ വരച്ചിട്ടുണ്ട്. സ്ട്രൈക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല. നമ്മൾ ആദ്യം നമ്മുടെ ബോർഡർ ലൈൻ ഒന്ന് മാർക്ക് ചെയ്യാം. നമുക്ക് ടോപ്പ് ലെവലിലെ ബോർഡർ ലൈൻ 24,169, ബോട്ടം ലൈനിലെ ബോർഡർ ലൈൻ 24,045, 24,107 കൺസോൾട്ടേഷൻ സോണാണ്. അപ്പോൾ ഈ മുകളിലത്തെ താഴത്തെ ലെവൽ വെച്ചിട്ട് നമ്മൾ ഒരു ബോക്സ് വരച്ച് വെച്ചിട്ടുണ്ട്. ആ ബോക്സിന് പുറത്തേക്ക് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു അപ്പ് മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. ആ അപ്പ് മൂവ്മെൻറ്റ് എവിടത്തേക്ക് കിട്ടാം? പ്രീവിയസ് ഡേ ഹൈയിലേക്ക് കിട്ടാം. അത് എവിടം വരെ ഉണ്ട്? അപ്പോൾ 24,169 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മുട്ടാനുള്ള ഏരിയാസ് 24,190, 24,208. അവിടെ ഡബിൾ കൺസോൾട്ടേഷൻ സോണാണ്. മാക്സിമം മാർക്കറ്റ് ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 24,236 വരെ ഹയർ ലെവലിലെ ഒരു സ്പേസ്, അത് ഇടിച്ചിടിച്ചേ കയറത്തുള്ളൂ.
ഒറ്റയടിക്ക് കയറാനുള്ള ചാൻസ് ഹൈ വോളിയം വരണം. അതാണ് മുകളിലത്തെ ലെവൽ. ഇനി താഴത്തേക്കുള്ള ലെവൽ നമ്മൾ നോക്കുന്നത് 24,045 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു ഡൗൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഏരിയ 23,904 അതിൻ്റെ ഇടക്ക് ഒരു ഹിഡൻ സപ്പോർട്ട് കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് വരച്ച് വെച്ചേക്കാം. 24,045 കഴിഞ്ഞാൽ താഴത്തോട്ട് രണ്ട് സ്പേസാണ്. ഒന്ന് 23,981 ഏരിയ, കറക്റ്റ് 23,981.35 അല്ല, 23,981 ഏരിയ. നമ്മുടെ എല്ലാ ലൈനും ഒരു ബഫർ സോൺ നമ്മൾ കീപ്പ് ചെയ്തിട്ടിരിക്കണം, ഓപ്ഷൻ ട്രേഡിങ്ങിൽ പ്രത്യേകിച്ച്. കൺസോൾട്ടേഷൻ വന്നു കഴിഞ്ഞാൽ ടാർഗറ്റ് റീച്ച് ചെയ്യാതെ DK വന്നിട്ട് ഡൗൺ ആവാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ മുകളിലത്തെ ലെവൽ എവിടെയാണ്? 24,169 ബ്രേക്ക് ചെയ്താൽ നമ്മൾ നോക്കുന്നത് 24,239. 24,045 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ 23,981, 23,904 നമ്മൾ നോക്കുന്ന ലെവലുകൾ. ഇനി നമുക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം. സ്ട്രൈക്കിൽ സിയുടെ സ്ട്രൈക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് 24,100 സി നമുക്ക് സെലക്ട് ചെയ്യാം. പിയിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് 24,300 പിയിൽ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ലെവലുകൾ നമുക്കൊന്ന് മാർക്ക് ചെയ്തിടാം. ഏകദേശം നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നത് 200. പിയുടെ ടാർഗറ്റ് ലെവൽ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് 258.74 ആ ഒരു റേഞ്ചാണ് നമ്മൾ നോക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ മൂവ്മെൻറ്റ് പിയിൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മൂവ്മെൻറ്റ് ഒരു സ്കാൽപ്പിംഗ് മൂവ്മെൻ്റ് ആണ്. 220 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ മൂവ്മെൻറ്റ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവലുകൾ, അതായത് 220 കഴിഞ്ഞാൽ ആദ്യത്തെ ലെവൽ 227, സെക്കൻഡ് ലെവലെന്ന് പറയണത് 237, പിന്നെയുള്ള ലെവലെന്ന് പറഞ്ഞാൽ 258 പിന്നെയുള്ള ലെവൽ. അതുക്കും മേലെ അതെ 257 ഒരു കൺസോളേഷൻ സോണ് കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ടാർഗറ്റ് സോണാണ്, അത് കൺസോളേഷൻ സോണാണ്. അതുക്ക് മേലെ ഒരു ലെവൽ നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഉള്ള ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടെ നമുക്ക് മാർക്ക് ചെയ്തിടാം. പിയുടെ ലെവലുകളാണ്. പിയുടെ ലെവലുകൾ 220 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 227, 237, 257, 260, 305 അതൊക്കെയാണ് പിയുടെ ലെവലുകൾ. കാരണം പിയിലേക്കാണ് RSI നിലവിൽ നിൽക്കുന്നത്. ചെറിയൊരു ഗ്യാപ്പ് അപ്പ് വന്നിട്ടേ ഉള്ളൂ. പക്ഷേ 195 എന്നുള്ള ലെവല് കറക്റ്റായിട്ട് സപ്പോർട്ട് എടുത്തിട്ട് റിവേഴ്സായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിയിലായിരിക്കും മാർക്കറ്റ്. എപ്പോഴാണ് പിയുടെ ഡൗണിലേക്ക് മാർക്കറ്റ് പോകുന്നത്? നമ്മൾ പി മാത്രമേ ഒന്ന് പറഞ്ഞിട്ടുള്ളൂ. ഒരു 180 താഴത്തോട്ട് പോയാൽ മാത്രമേ പി ഡൗൺ ആയി എന്ന് നമുക്ക് പറയാൻ നിലവിൽ സാഹചര്യം അനുവദിക്കുന്നുള്ളൂ. അതാണ് നിലവിലത്തെ ലെവലെന്ന് പറയണം. മാക്സിമം പോയി കഴിഞ്ഞാൽ ലോസ് അല്ലെങ്കിൽ വരാനുള്ളത് 124. 124 താഴത്തോട്ട് പോയാൽ പിന്നെ മെൽറ്റിങ്ങിലേക്ക് പോകും. ഓക്കെ, നമ്മുടെ പിയിൽ തന്നെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കണേ 277 ഭാഗത്തേക്ക് മാർക്കറ്റ് പോയി, 286 മാർക്കറ്റ് ടച്ച് ചെയ്ത് പിടിക്കാൻ പറ്റാത്ത രീതിയിലാണ് മാർക്കറ്റ് പോയത്. 286 മുകളിൽ ഇനി മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റ് 305 മാർക്കറ്റ് പോകത്തുള്ളൂ. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരുന്നു. കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. 286 ബ്രേക്ക് ചെയ്താൽ പിന്നെ 305 ലെവലുള്ളത്. നമുക്കെന്തായാലും സിയിലേക്ക് നമ്മൾ ഉടനെ നോക്കുന്നില്ല. കാരണം RSIയുടെ ക്രോസ് ഓവർ വരണം, പിന്നെ ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്യണം. ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 130 വരെ വരണം. 130 വരെ വന്നിട്ട് നമുക്ക് സീനെ പറ്റി നമുക്ക് ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ RSIയുടെ ക്രോസ് ഓവർ കിട്ടിയിട്ട് സീനെ പറ്റി നമുക്ക് ആലോചിച്ചാൽ മതി. മാർക്കറ്റ് അഗെയിൻ 285 ബ്രേക്ക് ചെയ്താൽ 24,300 പിയുടെ സ്ട്രൈക്ക്. നമ്മുടെ ടാർഗറ്റ് ഓൾറെഡി 286 എന്നുള്ള ലെവല് റീച്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ 305 വരെ മാർക്കറ്റ് പോകാനായിട്ട് നിൽപ്പുണ്ട്. അത് 2-3 ക്യാൻഡിലിന് ശേഷമായിരിക്കും നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്.
അതിനുശേഷം നമുക്ക് ആലോചിക്കാം. പക്ഷേ ന്യൂട്രൽ ഓപ്പൺ ആയിരുന്നെങ്കിൽ നമുക്കൊരു പക്ഷേ ഇപ്പോൾ 257 ഈസി ആയിട്ട് അച്ചീവ് ചെയ്യേണ്ട ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വന്നേനെ. കാരണം മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണിലാണ്, 257 കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. നെക്സ്റ്റ് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ 285 ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആദ്യം കിട്ടുന്നത് 296 ആയിരിക്കും. 296 ബ്രേക്ക് ചെയ്താൽ മാത്രം. അപ്പോൾ ആദ്യത്തെ ടാർഗറ്റ് നമ്മളുടെ ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ബഫർ സോണിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ 305 നമ്മൾ ലെവൽ മാർക്ക് ചെയ്തിട്ടേച്ച്. അതിൽ 304.50 വരെ ടാർഗറ്റ് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അഗെയിൻ 300 ബ്രേക്ക് ചെയ്താൽ ഒന്ന് സ്ട്രഗിൾ ചെയ്ത് 305 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം 305 ബ്രേക്ക് ചെയ്യാനായിട്ട് മാർക്കറ്റ് നിൽപ്പുണ്ട്, അത് ബ്രേക്ക് ചെയ്തിട്ടില്ല. 304.50 വരെ പോയിട്ടുണ്ട്. ഇനി അഗെയിൻ 305 ഒന്നും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ പോകാനുള്ളത് 316 ഭാഗത്തേക്കാണ് മാർക്കറ്റ് പിന്നെ പോകാനായിട്ട് മിച്ചം വിട്ട് വെച്ചിരിക്കണേ. 305 കഴിഞ്ഞാൽ പിന്നെ പോകാനുള്ളത് 316, 15, 16, 17 ലെവലിലേക്കാണ് മാർക്കറ്റ് അടുത്ത് പോകാനുള്ളത്. നമ്മൾ 2 ട്രേഡിലായിട്ട് ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബ്രേക്ക് ഔട്ടിൽ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഗ്രീനിൻ്റെ കാര്യം, നമ്മുടെ ടാർഗറ്റ് നമ്മൾ 3 ടാർഗറ്റാണ് സ്കിപ്പ് ചെയ്ത് പറഞ്ഞത്. അതിൽ ലാസ്റ്റ് ടാർഗറ്റായിട്ടുള്ള 305, 310 മാർക്കറ്റ് ഓൾറെഡി ലെവൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് 290, 310, 10-15 പോയിൻ്റ് അടുത്തുള്ളൂ. എന്തായാലും നമുക്ക് അടുത്ത മൂവ്മെൻറ്റ് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. സിയിൽ മാർക്കറ്റ് സപ്പോർട്ട് ഒരു ക്രോസ് ഓവർ വരാതെ നമ്മൾ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതില്ല. ഓക്കെ, അപ്പം നമ്മൾ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, മാർക്കറ്റ് എന്താ പറയണത്, നാറാണത്ത് പ്രാന്തന് കല്ലുരുട്ടി കയറ്റിയ പോലെയുള്ള ഒരു ഓപ്പോസിറ്റാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണേ. ഇത് 310 എന്നുള്ളത് മാർക്കറ്റ് വീണ്ടും ടച്ച് ചെയ്തിട്ടില്ല. കാരണം മാർക്കറ്റ് നിൽക്കുന്നത് നിലവിലെ ഹൈ എന്ന് പറഞ്ഞാൽ 308.45 നമ്മൾ 260 ഭാഗത്തു നിന്നാണ് നമ്മൾ ആദ്യമേ സ്റ്റാർട്ട് ചെയ്ത് 285 ആദ്യം കൺസോൾട്ടേഷനായി. അതിനുശേഷം ബ്രേക്ക് ഔട്ട് കിട്ടി 305 മാർക്കറ്റ് പോയത്. ഇനി ഇവിടെ അഗെയിൻ മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണ് തന്നെയാണ്. ഇനി എപ്പോഴാണ് അടുത്ത മൂവ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓൾറെഡി രാവിലെ പറഞ്ഞു മാർക്കറ്റ് ഇടിച്ചിടിച്ചാണ് കയറി ഇറങ്ങുകയും ചെയ്യുള്ളൂ, ഒറ്റയടിക്ക് ഹൈ വോളിയത്തിൽ കയറി പോവില്ല. അടുത്ത ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്യാൻഡിൽ 302 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് എഗെയിൻ അടുത്ത മൂവ്മെൻറ്റ് 310 മാർക്കറ്റ് സ്റ്റിൽ നിൽക്കുന്നത്. കാരണം 310 മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട്, അത് ടച്ച് ചെയ്തിട്ടില്ല. അത് 302 മേളിൽ സസ്റ്റെയിൻ ചെയ്താലാണ് മാർക്കറ്റ് അടുത്തത് 310 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് അടുത്ത സ്റ്റേജ് 325 അതും ബ്രേക്ക് ചെയ്ത് പിന്നെ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ പോകാനുള്ളത് 344 ലെവലുണ്ട്. അതേപോലെ തന്നെ 380 ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് സിയിലെ ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിയിൽ എപ്പോഴാണ് ഇനി ഒരു മൂവ്മെൻറ്റ് വരുന്നത്, 137 മേലെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ 135 മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊരു മോർണിംഗ് സ്റ്റാർ ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യണം. നിൽക്കുന്ന സിയുടെ ഈ ഒരു മൂവ്മെൻറ്റ് ഒരു മോർണിംഗ് സ്റ്റാർ ആയിട്ട് ആക്ടിവേറ്റ് ചെയ്ത് 143 ബ്രേക്ക് ചെയ്ത് മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റ് 175, 164 ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ സിയിൽ. കാരണം ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ വന്നിട്ടുണ്ട്, അത് സ്റ്റേ ആവണം. ഈ നിലവിലുള്ള ഗ്രീൻ ക്യാൻഡിൽ സ്റ്റേ ആയിട്ട് മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 164, 170, 185 SMA ഭാഗത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. അത് സ്റ്റേ ചെയ്യണം എന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിയുടെ ക്യാൻഡിലിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തിരിച്ച് 287 ഭാഗത്തേക്ക് മാർക്കറ്റ് പിയുടേത് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് നെക്സ്റ്റ് ക്യാൻഡിലാണ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ മാർക്കറ്റ് റിവേഴ്സായി 310 പോകുമെന്നുള്ളത്. കാരണം
310 മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട് പിയിൽ. അതേപോലെ നിലവിൽ പിയുടെ ക്യാൻഡിലിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. 265 60 താഴത്തോട്ട് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് സിയുടെ മൂവ്മെൻറ്റ് 163 170 മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. 260 വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. ക്യാൻഡിൽ ക്ലോസിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിലവിൽ പിന്നെ സിയിൽ റിസ്കി എൻട്രി ആണെന്ന് മാത്രമേ ഉള്ളൂ. 150 എൻട്രി എടുത്താൽ 137 വരും. സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറഞ്ഞാൽ 137 145 സ്റ്റോപ്പ് ലോസ് ഏരിയ വരും. അത് അത്ര വലിയ ഗുഡ് എൻട്രി ഒന്നും അല്ല. എങ്കിലും റിസ്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ റിസ്ക് എടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഉറപ്പൊന്നുമില്ല അവിടെ. അല്ല പിന്നെ ഈ ക്യാൻഡിൽ നമ്മൾ ക്ലോസ് ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തിട്ട് അടുത്ത ക്യാൻഡിലിൻ്റെ മൂവ്മെൻറ്റിലാണ് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ് നമുക്ക് കിട്ടത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഇപ്പോഴും പി സൈഡ് തന്നെയാണ് നിൽക്കുന്നത്. RSI സിയിൽ ക്രോസ് ഓവർ ആയിട്ടില്ല. അത്രയും കാരണങ്ങൾ കൊണ്ട് മാർക്കറ്റ് പി സൈഡ് തന്നെയാണ് നിലവിൽ മാർക്കറ്റ് നിൽക്കുന്നത്. പിന്നെ ഇവിടെ റിസ്കി എൻട്രി ആണെന്ന് മാത്രമേ ഉള്ളൂ. 137 വല്ലതും സ്റ്റോപ്പ് ലോസ് ഇട്ട് കഴിഞ്ഞാൽ 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ്. ആ 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് റിസ്ക് എടുത്ത് നമ്മളൊരു എൻട്രി എടുത്താലും അത് 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് തിരിച്ച് 287 മുതൽ 297 വരെ പിയിൽ തിരിച്ചെടുക്കാനുള്ള കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് മറ്റേതെടുത്ത് റിസ്ക് എടുത്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ റിസ്ക് എടുത്തിട്ട് യാതൊരുവിധ കാര്യമില്ല. കാരണം ഈ ടൈം ഫ്രെയിം ക്ലോസ് ആവുന്നവരെ നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരുന്നേ പറ്റത്തുള്ളൂ. കാരണം കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഗ്രീനും റെഡും ഇങ്ങനെ മാറി മാറി മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കും. നമ്മൾ പറഞ്ഞത് സിയിലെ റിസ്ക് എൻട്രി ആണ്. 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് അത് മൂവ് ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ പിന്നെ നമ്മൾ ടെൻഷൻ അടിക്കണ്ട. കാരണം അത് ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ കാരണം ഒരു പിൻബാർ വന്നിട്ടുണ്ട്. RSIയിൽ ഒരു മടക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 147 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് റിസ്ക് എൻട്രി നമുക്ക് പോസിബിൾ ആണെങ്കിൽ പോസിബിലിറ്റി എടുത്ത് നോക്കാം. 10 പോയിൻ്റാണ് സ്റ്റോപ്പ് ലോസ്. ആ 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് പിയിൽ 287 ബ്രേക്ക് ചെയ്താൽ നമുക്ക് തിരിച്ച് എടുക്കാനുള്ള കോൺഫിഡൻറ്റോട് കൂടി റിസ്ക് എൻട്രി എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എടുക്കാമെന്നാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ ടാർഗറ്റ് 165 185 192 197 ആണ്. കാരണം നമുക്കവിടെ ഒരു എൻട്രി കിട്ടിയാലും നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവിലേക്ക് ട്രെയിൽ ചെയ്ത് വെക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഇവിടെ 250 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടുമാണ്. ആ നിലവിലുള്ള പി ക്യാൻഡിലിൻ്റെ ലോവും കൂടെ ബ്രേക്ക് ചെയ്തിങ്ങ് പോന്നാൽ മാർക്കറ്റ് SMAയിലേക്ക് പോരും. കാരണം അവിടുത്തെ ടാർഗറ്റ് നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ് 165 ആയിരുന്നു. ഇനി അഗെയിൻ 165 മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 170 185 192 SMA ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം. നിലവിലുള്ള പിയുടെ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത അടുത്ത ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണോ എന്ന് നമുക്ക് അടുത്ത ക്യാൻഡിൽ അറിയാൻ പറ്റും. കാരണം ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഒരു ഡോജി ക്യാൻഡിൽ, അടുത്തത് വലിയ ഗ്രീൻ ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 170 ബ്രേക്ക് ചെയ്ത് 185 192 197 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം. അപ്പോൾ അടുത്ത ക്യാൻഡിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ്. ട്രെൻഡ് കണ്ടിന്യൂഷൻ, ക്രോസ് ഓവർ ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. നിലവിലുള്ള പിയുടെ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ അല്ലെങ്കിൽ അത് 260 മുകളിലോട്ടൊരു മൂവ്മെൻറ്റ് സ്റ്റേബിളായിട്ട് കിട്ടിയാൽ മാത്രമാണ് അഗെയിൻ പിയിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ക്യാൻഡിൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണോ എന്ന് മാത്രം നമുക്ക് ഇനി നോക്കിയാൽ മതി. അങ്ങനെ ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഇത് ആദ്യത്തെ റെസ്പെക്റ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിയിൽ ആദ്യത്തെ റെസ്പെക്റ്റ് ഇവിടെ കൊടുത്തതേ ഉള്ളൂ. ആ ട്രെൻഡ് ഇങ്ങനെ ലോ ചെയ്ത് പോന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് SMA ടു ഫാൾ ആവും. CE 170 ബ്രേക്ക് ചെയ്ത് 185 192
SMA ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണേ. 2 മിനിറ്റ് കൂടെ ഉണ്ട് മാർക്കറ്റ് ക്ലോസ് ആവാനായിട്ട്. നമ്മളുണ്ടായിരുന്ന നീല ലൈനൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനെയെങ്കിലും മാർക്കറ്റ് താഴത്തോട്ട് പോരണമെങ്കിൽ പോരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ ബ്ലൂ ലൈൻ വരച്ചിട്ട് കഴിഞ്ഞാൽ അത് അവിടെ തട്ടിത്തടഞ്ഞ് നിൽക്കും. അപ്പോൾ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് ഇങ്ങ് പോന്നോളും. അപ്പം അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അതങ്ങ് വര മാറ്റി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിലവിൽ എന്നത്തെയാണ് 29-ാം തീയതിയിലെ 11:15 ക്യാൻഡലിൻ്റെ ലോ എത്തിയിട്ടുണ്ട്. അതും ബ്രേക്ക് ചെയ്ത് ഇങ്ങ് വന്ന മാർക്കറ്റ് പിയിൽ SMA ഇങ്ങ് പോരണം. അതായത് 224.51 ടച്ച് ചെയ്യുമ്പോൾ ആ സമയത്ത് സി എവിടെയാണോ ടച്ച് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്പം മാർക്കറ്റ് 175 മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അത് ഒരു ടാർഗറ്റായിരുന്നു, നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് ഇനി പിയിൽ SMA മുട്ടുന്നതിന് ബേസ് ചെയ്തിട്ടായിരിക്കും സി എവിടെ റിജക്ഷൻ ആവുമെന്ന് നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അത് 185-ലാണോ 192-ലാണോ 198-ലാണോ റിജക്ഷൻ ആവണമെന്ന് മാത്രം നമുക്കിനി നോക്കിയാൽ മതി. 234-ലാണ് മാർക്കറ്റ് പി ഇപ്പം നിൽക്കുന്നത്. 50 സെക്കൻഡ് കൂടെ ഉണ്ട്. 185 ഒരു റിജക്ഷനാണ്. അതുകൊണ്ടാണ് പിയിൽ താഴത്തോട്ട് വരാനായിട്ട് ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത്. 229 ആയിട്ടുണ്ട്. ഇതൊക്കെ പരസ്പരം കണക്റ്റഡ് ആണ്. 185 181-ലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 182 184 184.25 ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മൂവ്മെൻ്റ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 229-ലാണ് പി നിൽക്കുന്നത്. ഇവിടെ മാർക്കറ്റ് 184.25 185 മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ 192 196 ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിലവിലുള്ള സിയുടെ ക്യാൻഡലിൽ ലോവർ വിക്ക് വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ലോ 170 സപ്പോർട്ട് എടുക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. 170 സപ്പോർട്ട് സോണാണ്. നമ്മളിന്ന് രാവിലെ എപ്പോഴും പറഞ്ഞ പോലെ എല്ലാത്തിനും വേണ്ട താഴത്തോട്ട് വന്നു, ലോവർ വിക്ക് വന്നിട്ടില്ല, താഴത്തോട്ട് വന്നിട്ട് ഒരു സപ്പോർട്ട് പോലെ എടുക്കുന്നുണ്ട്. ഈ ബ്രേക്ക് ഔട്ട് 185 കൂടെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് ഒറ്റയടിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് 192 196 വരെ കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇപ്പോൾ പിയിൽ എവിടെ എത്തി? 224 ടച്ച് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ 185-ൽ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അവിടെ 186 IC-യിൽ. അപ്പോൾ പിയിൽ 227 225 224 SMA മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ SMA മാർക്കറ്റ് ടച്ച് ചെയ്തപ്പോൾ സിയിൽ എവിടെയാണ് ടച്ച് ചെയ്തത്? 192-ലാണ് ടച്ച് ചെയ്തത്. അവിടെ ഇനി ഒരു സ്ട്രഗിൾ വരും. അവിടെ കൺസോൾട്ടേഷൻ സോണാണ്. അവിടെ എപ്പോഴും മാർക്കറ്റിൽ ഒരു സ്ട്രഗിൾ വരും. 197 ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമാണ് മാർക്കറ്റ് നേരെ മൂവ് അപ്പ് ആവത്തുള്ളൂ. കാരണം RSI റെഡിലേക്ക് മുട്ടുന്ന സമയത്ത് ഒരു റിജക്ഷൻ സോൺ സാധാരണ നിലവിലുള്ളതാണ്. അപ്പോൾ അപ്പുറത്ത് SMA മുട്ടി, ആ SMA സിയിൽ മുട്ടും പിയിൽ മുട്ടുമ്പോൾ ഉള്ളതാണ് സിയിലെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞത്. അത് 185 192 196 ആവാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വളരെ സേഫായിട്ടുള്ളൊരു സോണ് 192 ആണ്. 192 നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 147-ലാണ് നമ്മൾ എൻട്രി പറഞ്ഞത്. 147 150 പറഞ്ഞാലും 192 42 പോയിൻ്റ് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെ മാക്സിമം ലോട്ട് സൈസ് നമുക്ക് അവിടെ കൊടുത്തിട്ട് ബാക്കിയുള്ളത് എന്ത് ചെയ്യാം? ഒരു 21 പോയിൻ്റ് കയറ്റി വെച്ചിട്ട് കയ്യും കെട്ടിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ SMA പി സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇനി പിയിൽ എപ്പോഴാണ് ഒരു മൂവ്മെൻറ്റ് കിട്ടണേ? 260 ബ്രേക്ക് ചെയ്താൽ 287 വരെ പിയുടെ ഒരു മൂവ്മെൻറ്റ് നിലവിൽ പോകാനായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ SMA സിയിൽ മാത്രം നോക്കിയിട്ട് കാര്യമുണ്ടോ? SMA ഇതേ സിയിൽ എത്തിയിട്ടില്ല. പക്ഷേ 192-ൽ നമുക്ക് ഈസി ആയിട്ട് ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. എങ്ങനെ റീച്ച് ചെയ്തിട്ടുണ്ട്? പിയിൽ
SMA മുട്ടുന്ന അറ്റേ ടൈമിൽ സിയിൽ എവിടെയാണോ മുട്ടുന്നത് അതായിരിക്കണം നമ്മുടെ മെയിൻ ടാർഗറ്റ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏത് നിമിഷവും മാർക്കറ്റ് റിവേഴ്സ് വരും, കാരണം ഇവിടെ ഒന്നും ലെവലുകൾ കീപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ സേഫാണ് ഇവിടെ സജിയേട്ട, ഇവിടെ സേഫ് അല്ല എന്ന് നമ്മൾ പറയുന്നതിൻ്റെ റീസൺ. അപ്പം എനിവേ ഇത്രയും പറഞ്ഞുകൊണ്ട് രാവിലത്തെ നമ്മുടെ ലൈവ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ നമ്മളുടെ ലൈവിലേക്കോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്, നമ്മൾ നേരിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളുടെ ചാർട്ട് പഠിക്കാം, നമ്മുടെ ലൈവ് റൂമിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്യാം. കാരണം ആദ്യത്തെ റെസ്പെക്റ്റ് കഴിഞ്ഞിട്ടുണ്ട്, ആ സിയിൽ 195 മുട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ലൈവ് വൈൻഡപ്പ് ചെയ്യാം. $190 മുതൽ 95 വരെ. കാരണം അവിടെ തിരിച്ച് ഡോജി ക്യാൻഡിൽ വന്നിട്ട് തിരിച്ച് 185 ബ്രേക്ക് ചെയ്തപ്പോഴാണ് നമ്മൾ ആ 195 ചെറിയൊരു മൂവ്മെൻ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായത്. അത് ഫുൾഫില്ല് ചെയ്തിട്ടുണ്ട്. നമ്മളപ്പോൾ മെജോറിറ്റി പോയിൻ്റ് മുകളിൽ കൊടുക്കുക, ബാക്കിയുള്ളത് 21 പോയിൻ്റ് കയറ്റി വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടി ഇരുന്ന് കഴിഞ്ഞാലും ഇപ്പോൾ 196 ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്, ആ വൈറ്റ് ഡോട്ടിലാണ് കുത്തിയിരിക്കുന്നത്. പിന്നെ RSI ഇത് മേളിൽ പോയി ക്രോസ് ഓവർ ആവാതെ ഒരു പരിപാടിയും നടക്കുകയില്ല. ഇനി എവിടെയെങ്കിലും എന്തെങ്കിലും ടാർഗറ്റ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് സൂക്ഷ്മമായിട്ടൊന്ന് പരിശോധിക്കാം. പരിശോധിച്ച് കഴിഞ്ഞാൽ ഇനി രണ്ടാമത്തത് 202 നമ്മളത് ഒന്ന് സൂം ചെയ്ത് വെക്കേണ്ടതായിരുന്നു, നമ്മൾ സൂം ചെയ്ത് വെച്ചില്ല. അല്ലെങ്കിൽ 202 192 ഫസ്റ്റും സെക്കൻഡ് കൺസോൾട്ടേഷൻ സോണ് 202 ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലായിരുന്നു. പക്ഷെ അതിനു മുമ്പ് ഒരു വൈറ്റ് ഡോട്ട് ഇവിടെ ഉണ്ടായിരുന്ന കാരണം ഏറെക്കുറെ നമുക്ക് അറിയാൻ പറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി മാർക്കറ്റ് പിയിൽ ക്രോസ് ഓവർ കിട്ടി, ആ ക്രോസ് ഓവർ 260 മേളിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് 285 285 അല്ല അതുക്കും മേലെയുള്ളൊരു മൂവ്മെൻറ്റിന് നമുക്കൊരു സ്കോപ്പുള്ളൂ. അല്ലാതെ നമ്മൾ പിയിലേക്ക് ചാടി കയറി ഇരുന്നിട്ട് ഒരു കാര്യവും ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. അതേപോലെ 15 മിനിറ്റിൽ ഒരു റീ ക്രോസ് ഓവറാണ് മാർക്കറ്റിൽ നിൽക്കുന്നത്. 15 മിനിറ്റിൽ ഒരു റീ ക്രോസ് ഓവർ ഹയർ ടൈം ഫ്രെയിമിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ മാർക്കറ്റ് പോയിരിക്കുന്നത് 204 നിലവിലുള്ള സിയുടെ ക്യാൻഡിൽ പോയി ഹയർ വിക്ക് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇനി നമുക്ക് എപ്പോഴാണ് 204 ബ്രേക്ക് ചെയ്ത് 205 ബ്രേക്ക് ചെയ്താൽ നമുക്ക് 230 250 അടുത്തൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ മിച്ചം ഇട്ട് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ 338.585 അത് നമ്മളൊന്ന് മനസ്സിൽ വെച്ചേക്കുക. ഏത് ലെവലാണ്? 338.55 നമ്മുടെ മനസ്സിൽ വെച്ചേക്കുക. അപ്പോൾ 200 തൊട്ട് 205 വരെ ഒരു കൺസോൾട്ടേഷൻ ബ്രേക്കൗട്ട് കൂടെ മാർക്കറ്റിൽ നിൽപ്പുണ്ട്. അപ്പോൾ കുറച്ച് മൂവ്മെൻറ്റും കൂടെ സിയിൽ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് നമ്മുടെ 230 335 ലെവൽ മാർക്കറ്റിൽ കിടക്കട്ടെ. കാരണം മാർക്കറ്റ് ഇവിടെ ഒന്നും അവസാനിച്ചിട്ടില്ല മൂവ്മെൻ്റ് എന്നാണ്. 200 215 204 നിലവിലുള്ള ക്യാൻഡിലെ ഹൈ എന്ന് പറഞ്ഞാൽ 204. 205 ഒരു ലൈൻ കിടപ്പുണ്ട്. 215 കൺസോൾട്ടേഷൻ സോണ് 5 മിനിറ്റിൽ കിടപ്പുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് കഴിഞ്ഞ ദിവസം ഉണ്ടായതാണ്. കാരണം RSI റെഡിലേക്ക് ക്രോസ് ഓവർ ആവുന്നതിന് മുമ്പേ ഒരു എൻട്രി കിട്ടി, ക്രോസ് ഓവർ ആയപ്പോൾ 10-40 പോയിൻ്റ് കയറി എന്നൊരു മൂവ്മെൻറ്റ് കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതേപോലെ ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റും കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ ഉണ്ടായതാണ്. അപ്പോൾ ഒരു 204 ബ്രേക്ക് ചെയ്ത് 205 215 എന്നുള്ളൊരു കൺസോൾട്ടേഷൻ സോണ് പുതിയതായിട്ട് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 204 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 205 215 ഒരു ചെറിയ മൂവ്മെൻറ്റും കൂടെ മാർക്കറ്റിൽ നിൽപ്പുണ്ട്. നമ്മൾ 260 ബ്രേക്ക് ചെയ്യാതെ ഒരു കാരണവശാലും നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതില്ല. 260 ബ്രേക്ക് ചെയ്ത് ഒരു മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എവിടം വരെ കിട്ടാം? 289 വരെ
ഒരു സ്പേസ് മാർക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് എപ്പോൾ ഫില്ല് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല. പക്ഷേ 260-നും 252-നും മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് 260-ന് മുകളിലോട്ട് വന്നാൽ മാത്രമാണ് നമുക്ക് 285, 290 നമുക്ക് പരിഗണിക്കാനായിട്ട് സാധ്യതയുള്ളൂ. അല്ലാത്ത പക്ഷം മാർക്കറ്റിൽ ബിഗ് മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് വൈകിട്ട് സിയിൽ തന്നെ ആയിരിക്കും. കാരണം 50 മിനിറ്റ്സിൽ RSI സിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. 5 മിനിറ്റിലും RSI സിക്ക് അനുകൂലമായിട്ടാണ് താൽക്കാലികമായിട്ട് നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്രോസ് ഓവർ വന്ന് ഗ്രീനിലേക്ക് കയറാതെ പിയിൽ മൂവ്മെൻ്റ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ പിയിൽ ഇവിടെ ക്രോസ് ഓവർ കിട്ടണം. ക്രോസ് ഓവർ കിട്ടിയാലും 253, 260 ബ്രേക്ക് ചെയ്താൽ 280, 290 വരെ ഒരു സ്പേസ് രാവിലെ മാർക്കറ്റ് മൂവ് ചെയ്യാൻ മിച്ചം ഇട്ടിട്ട് പോയിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് നോക്കാം. പിയിൽ 260 ബ്രേക്ക് ചെയ്യാതെ ഒരു കാരണവശാലും നമ്മൾ നോക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സിയിൽ 201 ബ്രേക്ക് ചെയ്താൽ 204ലേക്ക് ചെറിയൊരു വിക്ക്, 201 മുതൽ 204 വരെ. 204, 205 ബ്രേക്ക് ചെയ്താൽ പിന്നെ 215ലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത്. ഇവിടെ നന്നായിട്ടൊന്ന് സ്ട്രഗിൾ ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. കാരണം ചീറ്റിങ് നടക്കുന്ന ഏരിയ ആണ് ഇവിടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പിയുടെ ക്യാൻഡിൽ പ്രീവിയസ് ആയിട്ടുള്ളൊരു വൈറ്റ് ഡോട്ട് ഉണ്ട്. ആ വൈറ്റ് ഡോട്ടിൽ എങ്ങനെയാണ് ഫാൾ സിഗ്നൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ, ആ ലോവിലാണ് ഇപ്പോൾ റെസ്പെക്റ്റ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് റെസ്പെക്റ്റ്, ആ റെസ്പെക്റ്റ് ഒന്നും കൂടെ ബ്രേക്ക് ചെയ്യണം. എന്നാൽ മാത്രമാണ് സി മുകളിലോട്ട് കയറത്തുള്ളൂ. നമ്മൾ പറഞ്ഞത് 201 മുതൽ 204 വരെ ഒരു ഫാള് ബ്രേക്കൗട്ട് വരും. 201 മുതൽ 204 വരെ ഒരു ഫാൾ ബ്രേക്കൗട്ട് വരും. ആ ഫാൾ ബ്രേക്കൗട്ട് ഒന്നും കൂടെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോയാൽ 205 കൂടെ ബ്രേക്ക് ചെയ്താലാണ് 215ലേക്കുള്ളൊരു മൂവ്. ഇനി മൂവ് കൃത്യമായിട്ട് വരും. കാരണം 205ലേക്ക് 210 ലൈൻ 205 ആ ഭാഗത്ത് സസ്റ്റെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് നിൽപ്പുണ്ട്. ഇനി കൺഫേം ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് 210 മുതൽ 215 വരെയാണ്. 215 ബ്രേക്ക് ചെയ്താൽ അതിനേക്കും മുകളിലോട്ട്. പിന്നെയുള്ള ഒരു കൺഫേം മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സ്കാൽപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഏരിയ ആട്ടോ പറയണേ. കാരണം ഓൾറെഡി നമ്മളെല്ലാവരും പ്രോഫിറ്റബിൾ ആയതുകൊണ്ടാണ് ലോങ് ഡ്രൈവിനെ കുറിച്ച് ചിന്തിക്കാത്തത്. 205 നിലവിൽ നിൽപ്പുണ്ട്, ഇപ്പം ക്രിയേറ്റ് ചെയ്താൽ. അപ്പോൾ 205-ന് മുമ്പ് ഒരു ലൈൻ നിൽക്കുന്നത് 204ആണ്. അതിനിടയ്ക്ക് ഒരു പോയിൻറ്റിൻ്റെ ഒരു സ്പേസ് കിടപ്പുണ്ട്. അതായത് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് മിച്ചം ഇട്ടിട്ട് പോയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് 205 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 210, 215ലേക്കുള്ള ഒരു മൂവ്മെൻറ്റും കൂടെ ഫുൾഫില്ല് ചെയ്യാനുണ്ട്. പിന്നെ ഇവിടെ ഒരു ബ്ലൂ ലൈൻ്റെ ടോപ്പ് നിൽപ്പുണ്ട്. RSI ക്രോസ് ഓവർ ആയിട്ടില്ല. അപ്പോൾ ഒരു വലിയ ബ്രേക്കിനുള്ള ചാൻസസ് ആണ് നിലവിൽ കാണുന്നത്. ഇനി വരുന്ന ക്യാൻഡിലിന് വോളിയം വളരെ കൂടുതലായിരിക്കാം. അപ്പോൾ അതിനു മുമ്പ് റെഡ് ക്യാൻഡിൽ വന്ന് കുറച്ച് പവർ എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ റെഡ് ക്യാൻഡിൽ റെഡ് ആണോ? അല്ല, ഈ റെഡ് ക്യാൻഡിൽ മേ ബി ഒരു ഡൗൺ റെഡ് ക്യാൻഡിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം 185-ൽ സപ്പോർട്ട് എടുക്കാനായിട്ട് വന്ന ക്യാൻഡിലാണ്. 185-ൽ സപ്പോർട്ട് എടുക്കാനായിട്ട് വന്ന ക്യാൻഡിലാണ്. അപ്പോൾ അടുത്ത ക്യാൻഡിൽ തിരിച്ച് ഇവിടെ നിന്ന് റിവേഴ്സായി മേളിലോട്ട് പോയാൽ 205 ബ്രേക്ക് ചെയ്ത് സാധനം മുകളിലോട്ട് പറക്കോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പ്ലാൻ എ ആയിട്ട് നമ്മുടെ കണക്കിൽ വെക്കാം. കാരണം 260 ബ്രേക്ക് ചെയ്യാതെ നമ്മളൊരു കാരണവശാലും പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. പിന്നെ RSIയിൽ ക്രോസ് ഓവർ കിട്ടണം. അതിനു മുമ്പ് പല മോഹന വാഗ്ദാനങ്ങളൊക്കെ നമുക്ക് തരും, നമ്മളെ ട്രാപ്പിലാക്കാനായിട്ട് നോക്കും. നമ്മളതൊന്നും കണക്കിലെടുക്കണ്ട. ഞാൻ വിശ്വസിച്ചിട്ടൊരു പി മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ 260 അറ്റ്ലീസ്റ്റ് ഈ ബോക്സിൻ്റെ അകത്തെങ്കിലും ക്യാൻഡിൽ ക്ലോസ് ആവണം. അല്ലാതെ നമ്മളൊരു കാരണവശാലും പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നതല്ല. നമ്മൾ പറഞ്ഞത് 185ലേക്ക് സപ്പോർട്ട് എടുത്ത് ഊർജം സംഭരിക്കാനായിട്ട് വരുന്ന വരവാണ്. ആ ഗ്രീൻ ക്യാൻഡിൽ കണ്ടൊന്നും ഞാൻ പാനിക്കാവില്ല. മുകളിലോട്ട് കുതിക്കുന്നതിന് മുമ്പ് താഴത്തോട്ട് വരുന്നതാണെന്നാണ് പറഞ്ഞത്.
അത് 185 വന്ന് ടച്ച് ചെയ്തിരുന്നെങ്കിൽ ആ 185 നിന്നുള്ള റീ എൻട്രി ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് 5 പോയിൻ്റ് നമുക്ക് അവിടെ എടുക്കാനായിട്ട് പറ്റും. അത് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ മനസ്സിലാക്കിയിരുന്ന അവിടെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 5 പോയിൻ്റ് 185 റിവേഴ്സ് ആവുന്ന സമയത്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഞാനത് കോൺസെൻട്രേഷൻ ചെയ്യുന്നൊരു വ്യക്തിയാണ്. വെരി നെക്സ്റ്റ് ക്യാൻഡിൽ ഇപ്പം നമ്മൾ 185 എൻട്രി കിട്ടുമോ, 186 സ്റ്റോപ്പ് ലോസ് കയറ്റി വെച്ചേക്കണം. ദെൻ നെക്സ്റ്റ് ക്യാൻഡിൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 205 ബ്രേക്ക് ചെയ്ത് 215, അതും ബ്രേക്ക് ചെയ്താൽ 230, അതും ബ്രേക്ക് ചെയ്താൽ 250 വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പം നിലവിൽ ക്യാൻഡിലിൻ്റെ ലോവർ വിക്കാണ് വന്നിരിക്കണേ. അതിപ്പോൾ മേളിലോട്ട് പോയി കഴിഞ്ഞാൽ 205 ബ്രേക്ക് ചെയ്ത് 215 പോകണമെങ്കിൽ പോട്ടെ, ഇല്ലെങ്കിൽ 186 1 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് അടിച്ച് പോകണമെങ്കിൽ പോട്ടെ, നമുക്ക് പരാതിയില്ല. 15 പോയിൻ്റാണ് അവിടുത്തെ മൂവ്മെൻറ്റ് കിട്ടിയിരിക്കണേ 200 ഭാഗത്തേക്ക്. ആ ലെവലും കൂടെ ഒന്ന് ബ്രേക്ക് ചെയ്ത് പോയാൽ സസ്റ്റെയിൻ ചെയ്ത് അങ്ങ് പോകും. കാരണം അത് പിയിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ലോ 220 എന്നുള്ളത് വളരെ സ്ട്രോങ് ആണ്. അതൊന്ന് ബ്രേക്ക് ചെയ്തൊന്ന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ സാധനം സിമ്പിളായിട്ട് 195 ഫാളായിക്കോളും. ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങും കൂടെ നമുക്ക് സിയിൽ പ്രതീക്ഷിക്കാം. ഈ നിൽക്കുന്നത് കണ്ടിട്ട് എന്തോ ഒരു പന്തികേടുണ്ട്. മാർക്കറ്റ് നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് ഇപ്പം ആരുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമെന്നാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലെയേഴ്സ് ആലോചിച്ചുകൊണ്ടിരിക്കണേ. സിയുടെ ഹിറ്റ് ചെയ്യണോ പിയുടെ ഹിറ്റ് ചെയ്യണോ എന്നാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലെയേഴ്സ് ആലോചിച്ചുകൊണ്ടിരിക്കണേ. അപ്പം അങ്ങനെയാണെങ്കിൽ സിയിലൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങും കൂടെ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അത് എവിടം വരെ വരും, വരികയാണെങ്കിൽ 171 ഭാഗത്തേക്കുള്ള ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങും കൂടെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോഴും നമ്മൾ ചാടിക്കയറി പിയിലൊന്നും എടുത്തു വെച്ച് മൂവ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം 185 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. അത് ബ്രേക്ക് ചെയ്താൽ അടുത്ത ഒരു വൈറ്റ് ഡോട്ടിൻ്റെ വിക്ക് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് അടിക്കുമോ, നെക്സ്റ്റ് ക്യാൻഡിൽ നേരെ മുകളിലോട്ട് പോകുമെന്ന് മാത്രം ഇനി അറിഞ്ഞേച്ചാൽ മതി. ഓൾറെഡി ഇവിടെ 185 നമ്മുടെ എൻട്രി. അത് 200 വരെയും പോയിട്ടുണ്ട്. അതിൽ കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. നമ്മൾ 1 പോയിൻ്റ് കയറ്റിയാണ് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ വെച്ചത്. അതവിടെ പന്തി ആയപ്പോൾ ഒരു 1.5 പോയിൻ്റ് 2.5 പോയിൻ്റ് അടുത്ത് കിട്ടിയിട്ടുള്ളൂ. ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് കൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വലിയ സ്റ്റോപ്പിൽ, അതായത് സിയിൽ 10-200 പോയിൻ്റ് 100 പോയിൻ്റ് മൂവ് ചെയ്യാനുള്ളതാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് 171 155 വരെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിൻ്റെ അളവ്. അപ്പോൾ നേരെ വരുന്നു 169 ആയിട്ടുണ്ട്. 4 മിനിറ്റ് കൂടെ ഉണ്ട്. അടുത്ത സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് 155 ഡൗൺ ആവാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ബോക്സിലെ ലെവലിലേക്കാണ് ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എത്തി നിൽക്കുന്നത്. ആ ബോക്സ് ഇവിടെ കറക്റ്റായിട്ട് വൈറ്റ് ഡോട്ടിൽ ടിപ്പ് ചെയ്തു. ഇവിടെയും വൈറ്റ് ഡോട്ടിൽ മാർക്കറ്റ് ടിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അത് തിരിച്ച് റിവേഴ്സ് വലിയണം. അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് ഒരു 100 പോയിൻ്റാണ് സിയിൽ മൂവ്മെൻറ്റ് കിട്ടാൻ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് 155 വരാം. അത് ഈ ടൈം ഫ്രെയിമിൻ്റെ ഒരു ലാസ്റ്റത്തെ ഒരു മിനിറ്റും കൂടെ കഴിഞ്ഞാൽ നമുക്കത് അവിടെയാണോ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഏകദേശം അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ക്യാൻഡിൽ നിൽക്കുന്ന കാണുമ്പോഴത്തേക്ക് നമുക്ക് അറിയാനായിട്ട് പറ്റണം അത് അടുത്ത സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണോ, എന്തുകൊണ്ടാണ് അവിടെ മൂവ്മെൻ്റ് ആവാത്തതെന്ന്. ക്യാൻഡിൽ അവിടെ കിടന്നിട്ട് നിന്ന് പരിഗണന കാണുമ്പോഴത്തേക്കും നമുക്കത് വായിച്ചെടുക്കാനായിട്ട് പറ്റണം. അപ്പോൾ അതാണ് നിലവിൽ ഈ ഒരു റെഡ് ക്യാൻഡിൽ ഡോജി ക്യാൻഡിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിനും കൂടെയുള്ള ചാൻസസ് കാണുന്നുണ്ട്. ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഇപ്പം നിലവിൽ നിൽക്കുന്ന വൈറ്റ് ഡോട്ടിലാണോ താഴത്ത് 155 എന്നൊരു കാര്യത്തിന് മാത്രമാണ് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നത്.
അതേപോലെ തന്നെ നമ്മളൊരു ബോക്സ് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. ആ ബോക്സിൻ്റെ അകത്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് തിരിച്ച് 290 ഭാഗത്തേക്കുള്ള ഒരു മൂവ്മെൻറ്റ് പിയിൽ ഉണ്ടാവത്തുള്ളൂ. RSIയിൽ ചെറിയൊരു മടക്ക് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ, അത് കൺഫർമേഷൻ ആയിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കേസ് 220 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ താഴത്തും കൂടെ മാർക്കറ്റ് ഡൗൺ ആയാൽ മാത്രമാണ് സിയിൽ നമ്മൾ ബ്രേക്കൗട്ട് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം സിയിൽ ഒരു അനദർ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങും കൂടെ നടക്കുമെന്നാണ് നമ്മൾ പറഞ്ഞത്. അത് ഏകദേശം 165 ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ 160 കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് പിന്നെ എങ്ങോട്ടായിരിക്കും സപ്പോർട്ട് എടുക്കാൻ വരുന്നത്? 110 പിന്നെ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാനായിട്ട് വരുന്നത്. 160 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഡൗൺ ആയാൽ പിന്നെ സപ്പോർട്ട് എടുക്കാനായിട്ട് സി വരുന്നത് 112 ഭാഗത്തേക്കായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് ഒരു 50 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു 100 പോയിൻറ്റിൻ്റെ മൂവ്മെൻ്റാണ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസും കൂടെ മാർക്കറ്റിൽ ഉണ്ടാവും. അതൊന്നെങ്കിൽ 172 ഭാഗത്ത് അല്ലെങ്കിൽ 155 ഭാഗത്തേക്കാണ് ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരുമെന്ന് നമ്മൾ പറഞ്ഞത്. നമ്മൾ RSI ക്രോസ് ഓവർ ആവാതെ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യില്ല. 260 മുകളിലോട്ട് പോവാതെ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യില്ല. ഇവിടെ ചീറ്റിംഗ് ആണ്. ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങും കൂടെ വരും. 50 പോയിൻറ്റോ 100 പോയിൻറ്റോ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടാണെങ്കിൽ ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങും കൂടെ വരേണ്ടതായിട്ടുണ്ട് എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ലെങ്തി ക്യാൻഡിലാണ് ഇവിടെ വന്നത്. അത് 195 ഭാഗത്തേക്ക് കറക്റ്റായിട്ട് വന്ന് സപ്പോർട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് 219 ലെവലിലേക്ക് എത്തി. അപ്പോൾ ഈ സിംഗിൾ ക്യാൻഡിൽ എത്ര മൂവ്മെൻ്റ് ഉണ്ടായത്? 90, 21 പോയിൻറ്റിന് മേലെ വീണ്ടും മാർക്കറ്റിലുണ്ടായി. കാരണം മാർക്കറ്റ് 215 ടച്ച് ചെയ്യാനായിട്ടുണ്ട്, 230 ടച്ച് ചെയ്യാനായിട്ടുണ്ട്. RSI സ്റ്റിൽ പി സൈഡ് തന്നെയാണ്. ഇപ്പം ഇവിടെ ഡൗൺ ആയാലും അത് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആയിരിക്കുള്ളൂ, മൂവ്മെൻ്റ് ആയിരിക്കില്ല. പിയുടെ മൂവ്മെൻറ്റ് 260 കഴിയാതെ നമ്മൾ നോക്കുക വേണ്ട എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 60 പോയിൻറ്റ് 50 പോയിൻറ്റ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ, 100 പോയിൻ്റൊക്കെ മാർക്കറ്റിൽ മൂവ് ചെയ്യാനായിട്ടാണെങ്കിൽ താഴത്തോട്ടൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഡെഫിനറ്റ്ലി വരും. നമുക്ക് 2 സ്ഥലങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഈ വൈറ്റ് ഡോട്ടും രണ്ടാമത്തെ സെക്കൻഡ് വൈറ്റ് ഡോട്ടും. അതിൽ ആദ്യത്തെ വൈറ്റ് ഡോട്ടും ലോവിൽ വന്നിട്ടാണ് മാർക്കറ്റ് റിവേഴ്സ് ആയെന്നുള്ളൂ. അപ്പോൾ സിംഗിൾ ക്യാൻഡിലിൽ തന്നെ മാക്സ്. അപ്പോൾ അവിടെ നമ്മൾ പാനിക്കായി പോവുകയല്ല വേണ്ടത്. ഒരു ക്യാൻഡിൽ നിന്ന് പരിങ്ങുന്ന കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റണം അത് എന്തിനുള്ള ഉദ്ദേശമാണ്. നമ്മൾ 260 ബ്രേക്ക് ചെയ്യാതെ ഒരു കാരണവശാലും പിയിലേക്ക് നോക്കുന്നില്ല. ബോക്സിൻ്റെ അകത്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് എന്താ? 100 പോയിൻറ്റ് മാർക്കറ്റിൽ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിൽ നിൽക്കില്ല, ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങും കൂടെ വേണം എന്നാണ് നമ്മൾ പറഞ്ഞത്. 215 ലെവല് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. കൺസോൾട്ടേഷൻ സോണിലേക്ക് മാർക്കറ്റ് ടച്ച് ചെയ്ത് ഫില്ല് ചെയ്ത് നിൽപ്പുണ്ട്. ഈ RSI ക്രോസ് ഓവർ ആവാതെ നമ്മൾ ഒരു കാരണവശാലും പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. ആ സ്ഥാനത്ത് അത്രയും മൈനസ് വരുമ്പോഴത്തേക്കും വേറെ ആരാണെങ്കിലും അവിടെ പാനിക്കായിട്ട് പോയി പി എടുക്കും. പക്ഷെ നമുക്ക് കൺഫർമേഷൻ കിട്ടാതെ നമ്മൾ പി എടുക്കില്ല, അത്രേ ഉള്ളൂ. ഈ RSI ക്രോസ് ഓവർ ആവുന്ന സമയത്ത് മാർക്കറ്റ് 230 240 നമ്മൾ ഓൾറെഡി 15 മിനിറ്റ്സിൽ RSI അപ്പർ സൈഡിലേക്കാണ്, റീക്രോസ് ഓവറാണ്. 215 മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട്. ഇനി വരുന്ന ക്യാൻഡിലുകളുടെ വോളിയം ഹൈ ആയിരിക്കും. വലിയ വലിയ ക്യാൻഡിലുകളാണ് ഇനി വരത്തുള്ളൂ. ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ് സെറ്റാക്കിയതാണ്. ഇപ്പോൾ ഇവിടുത്തെ ഇവിടുത്തെ ഒരു വൈറ്റ് ലൈൻ ഉണ്ട്, വൈറ്റ് ഡോട്ട്. അവിടെ ചെറിയൊരു റിജക്ഷൻ എടുക്കണമെന്നേ ഉള്ളൂ. മാർക്കറ്റ് എവിടെയൊക്കെ പോകാനായിട്ട് കിടപ്പുണ്ടാവോ ഇനി നമുക്ക് 5 മിനിറ്റിൻ്റെ ക്രോസ് ഓവർ കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. ചെറിയൊരു മടക്കൊക്കെ വന്ന് സൂചിപ്പിക്കാനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വെറുതെ നമ്മൾ പാനിക്കാവേണ്ട കാര്യങ്ങളൊന്നുമില്ല. 231 ആയിട്ടുണ്ട് മാർക്കറ്റ്.
231 ചെറിയൊരു റിജക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ 231 എഗെയിൻ ബ്രേക്ക് ചെയ്താൽ 240, 250 ഒരുപാട് ലെവലുകളുണ്ട്. മാർക്കറ്റ് ഇടിച്ചിടിച്ചേ കയറത്തുള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ 230 മാർക്കറ്റ് ടച്ച് ചെയ്തപ്പോൾ ഇവിടെ ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. എവിടെയാ സിയിൽ 200 എന്നുള്ള ബോട്ടം ലെവൽ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഈ 200, 190 മേജർ ആയിട്ടുള്ള സപ്പോർട്ട്. ഈ 190 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് പോയാൽ മാത്രമേ മാർക്കറ്റ് ഇനി 145 ഫാൾ ആവത്തുള്ളൂ. അപ്പോൾ അവിടെ 2 മിനിറ്റിലേക്കൊന്ന് മാറ്റിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ റീക്രോസ് ഓവർ ആണ് മാർക്കറ്റ് നിലവിൽ വന്നിരിക്കണേ. 2 മിനിറ്റിൽ 215 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ പിയിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. 215, 220 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്താൽ മാത്രമേ പിയിൽ 226 ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റിലേക്കും കിട്ടത്തുള്ളൂ. നമ്മളത് നോക്കണ്ട. നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വന്നു. വൈറ്റ് ഡോട്ടിൽ എഗെയിൻ മാർക്കറ്റ് 180 ബ്രേക്ക് ചെയ്തപ്പോൾ 230 ഇട്ട് എത്ര പോയിൻ്റ് കിട്ടി? 50 പോയിൻ്റ് അവിടെ അടുത്ത ക്യാച്ചിങ് പൊസിഷൻ ഈസി ആയിട്ട് അവിടെ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ വീഡിയോ ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റും കൂടെ കാണിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ലൈവിലേക്കോ നമ്മുടെ വ്യൂ ഷെയർ ചെയ്യുന്ന റൂമിലേക്കോ പഠിക്കാനോ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. എനിവേ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇത് മാർക്കറ്റിൽ പിയിൽ 212 നിൽക്കുന്നത് മാർക്കറ്റ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഷിഫ്റ്റ് ബൈ പോയില്ലേ? അയ്യോ എന്നാ പറ്റി? ഒരു ബൈ ഞാനവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാനത് ആവറേജിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാനത് അവിടെ എടുത്തിരിക്കുന്നത്. ചിലപ്പോൾ ഒരു ഡബ്ല്യു പാറ്റേൺ വരാനായിട്ടുള്ള പോസിബിലിറ്റീസൊക്കെ നിലവിൽ ഉണ്ട്. അപ്പോൾ അത് ഒരിക്കലും ഒരു ക്ലിയർ ആയിട്ടുള്ളതല്ല. 2 മിനിറ്റിൽ RSIയുടെ ഒരു ക്രോസ് ഓവർ കൂടെ ശരിക്കും കിട്ടണം നമുക്കൊരു എക്സാക്റ്റ് ബൈ വരണമെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ കുറച്ച് നേരത്തെ ഏർലി കയറിയിരുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഞാനത് ആവറേജ് ചെയ്യുകയാണെങ്കിൽ തന്നെ 130 വരാതെ ഞാനത് ആവറേജ് ചെയ്യത്തില്ല. 130 വരാതെ എന്തായാലും ഞാനിത് ആവറേജ് ചെയ്യത്തില്ല. എൻ്റെ ആ ടാർഗറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 21 പോയിൻറ്റ്സ് ആണ് മിനിമം. അതിൽ ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയണത് പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ആണ്. അതായത് 229, 230 230 12, 10, 22, 8 18 പോയിൻറ്റ്. അതിൽ 232 വരെ പോകാം. പിന്നത്തെ ടാർഗറ്റ് എന്ന് പറയണത് 253. പിന്നത്തെ ഫൈനൽ ടാർഗറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എവിടെയായിരിക്കാം? ഫൈനൽ ടാർഗറ്റ് എന്ന് പറയണത് 300. അത് കയറി വരുവാണെങ്കിൽ അത് കയറി കിട്ടട്ടെ, 21 പോയിൻ്റ് കിട്ടട്ടെ. അവിടെ ഹോൾഡിങ്ങിന് വേണ്ടി അതങ്ങനെ കിടക്കട്ടെ. കാരണം ഹോൾഡിങ് എപ്പോഴും ഞാൻ ചെയ്യുന്നത് നോൺ ഡയറക്ഷണൽ ട്രേഡിങ്ങാണ്. കാരണം മൈനസ് പോയാലാണ് ആവറേജ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ മൈനസ് പോണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ആവറേജ് ട്രേഡിങ് എടുക്കണം. അവിടെ സ്റ്റോപ്പ് ലോസിന് പ്രാധാന്യമില്ല. പിന്നെ അവിടെ ചില പൊടിക്കൈകളൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അത് വരുമ്പോൾ ഞാൻ ഇൻ ഫ്യൂച്ചർ മൂവ്മെൻറ്റിൽ ഞാനത് പറഞ്ഞു തരാം. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ആവറേജ് ചെയ്യാനായിട്ടൊരു 183 ഞാനൊന്ന് ആവറേജ് ചെയ്തു. ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ഇതൊരു ഡബ്ല്യു പാറ്റേണിന് വേണ്ടി ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്യാൻ മേ ബി 182 വന്നേക്കാം. കാരണം സ്റ്റിൽ RSI ക്രോസ് ഓവർ ആയിട്ടില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇത്തിരി നേരത്തെ കയറുകയെന്ന് വെച്ചാൽ രാവിലത്തെ ട്രേഡിങ്ങിൽ RSI തിരിയണതിന് മുമ്പേ മാർക്കറ്റ് മൂവ്മെൻ്റ് ആയി തുടങ്ങിയായിരുന്നു. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് എയറിൽ ഇവിടെ നിന്ന് എൻട്രി എടുത്തിരിക്കണേ. അപ്പോൾ ഇത് 182 വന്നിട്ട് റിവേഴ്സ് ആകുമ്പോൾ അവിടെ 2 ലോട്ടിട്ട് ആവറേജ് ചെയ്യാം. അവിടെ 2 ലോട്ടിട്ട് ആവറേജ് ചെയ്യുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തപ്പോൾ 200 മാർക്കറ്റ് പോയി. 200 മാർക്കറ്റ് പോയപ്പോൾ ഞാനത് ട്രെയിൽ ചെയ്ത് 190. അതായത് 182 എടുത്തത് 190 2 ലോട്ട് സ്റ്റോപ്പ് ലോസ് കയറ്റി വെച്ചു. ബാക്കി 1 ലോട്ട് ഹോൾഡാണ്. അപ്പോൾ 2 എണ്ണം ഉള്ളത് എങ്ങോട്ട് ട്രെയിൽ ചെയ്ത് വെച്ചു? 191 2 എണ്ണം ട്രെയിൽ ചെയ്ത് വെച്ചു. കാരണം മൈനസ് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്.
പിന്നെ എന്ത് ചെയ്താ ആ രണ്ടെണ്ണം ആവറേജ് ചെയ്തത് 8 പോയിന്റ് മുകളിൽ പോയി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു, വീണ്ടും ഒരു ലോട്ടായി. പിന്നെ ഞാൻ ആവറേജ് ചെയ്യണമെങ്കിൽ 130 റേഞ്ചിലായിരിക്കും പിന്നെ ഞാൻ ആവറേജ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ എൻട്രി പ്രൈസ് എന്ന് പറഞ്ഞാൽ 212 നമ്മുടെ ഇപ്പോഴത്തെ ലെവൽ. ഇനി 2 ലെവലാണ് ആവറേജ് ചെയ്യാനായിട്ടുള്ളത്. ഒന്ന് 152 സെക്കൻഡ് 125 2 സെക്കൻഡ് ആവറേജ് പൊസിഷൻ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറയണത് 232 262 ഇതൊക്കെയാണ് 2 ടാർഗറ്റ് പ്രൈസും ഉള്ളത്. നമുക്കിവിടെ ഓൾറെഡി ആരോ വരച്ചു വെച്ചേക്കാം. നിലവിലെ എൻട്രി പ്രൈസ് ചെയ്യുന്നത് 232. അവിടെ നിന്നുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 260. അവിടെ നിന്നുള്ള ഒരു മൂവ്മെൻറ്റ് വൈകിട്ട് കിട്ടിക്കഴിഞ്ഞാൽ 300 ലെവലിലേക്കായിരിക്കും നമ്മൾ 3 സ്റ്റെപ്പായിട്ട് കോൺസെൻട്രേഷൻ ചെയ്ത് കൊണ്ടുപോകണം. ഇത് ആവറേജിൻ്റെ വേറൊരു മെത്തേഡാണ്. അത് കൃത്യമായിട്ട് നമുക്ക് ലോട്ട് സൈസ് ഉണ്ടാവണം. ആദ്യത്തെ ആവറേജിങ് ഒരു ലോട്ടിലാണ് എടുക്കണമെങ്കിൽ രണ്ടാമത് നമ്മൾ എടുക്കുന്നത് 2 ലോട്ടായിരിക്കും. ഇപ്പോൾ ആദ്യം 2 ലോട്ടാണ് എടുക്കണമെങ്കിൽ രണ്ടാമത് നമ്മൾ എടുക്കുന്നത് 4 ലോട്ടായിരിക്കും. ആദ്യത്തത് 3 ലോട്ടാണ് എടുക്കണമെങ്കിൽ രണ്ടാമത് നമ്മൾ എടുക്കുന്നത് 6 ലോട്ടായിരിക്കും. അങ്ങനെ 3 ആവറേജിങ്ങേ ഉള്ളൂ. അതായത് ഒന്നാണെങ്കിൽ 2 പിന്നെ 4, അതാകുമ്പോൾ 1 2 4 ആകുമ്പോൾ മൊത്തത്തിൽ 7 ലോട്ട്. 2 ആണെങ്കിൽ 2 4 8, അപ്പോൾ 8 4 12 16 ലോട്ട്. 3 ആണെങ്കിൽ 21 ലോട്ട് വേണം. അതായത് 3 ലോട്ട് 6 ലോട്ട് 12 ലോട്ട്. അപ്പോൾ 12 ഓറും 18 3 21 ലോട്ട്. ഒന്നെങ്കിൽ 21 ലോട്ട്, ഇല്ലെങ്കിൽ 16 ലോട്ട്, ഇല്ലെങ്കിൽ 7 ലോട്ട്. ഈ ലെവലിലായിരിക്കണം നമ്മൾ ആവറേജ് ചെയ്യേണ്ടത്. മാക്സിമം ലോസ് നമ്മൾ സഹിക്കേണ്ടത് 10,000 രൂപയായിരിക്കണം. വൺ സൈഡ് മാർക്കറ്റ് ആണെങ്കിൽ നമ്മൾ ആവറേജ് ചെയ്താൽ നിൽക്കത്തില്ല. അത് നമ്മളൊരു 10,000 രൂപയൊക്കെ ലോസ് വരികയാണെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് വേണം നമ്മൾ ആ ഒരു ട്രേഡ് എടുക്കാനായിട്ട്. ഡിപ്പെൻസ് അപ്പോൺ അവിടുത്തെ സാഹചര്യത്തിന് ബേസ് ചെയ്ത് നമ്മൾ വൺ സൈഡ് ആണെങ്കിൽ എല്ലാ ആവറേജിങ്ങും ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്ത് റീ ആവറേജ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ പോയാലും ഒരു 7,000-ൻ്റെയൊക്കെ അടുത്ത് വരുമ്പോഴേ നമുക്ക് ലോസ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് വെയിറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്യാം. എവിടം വരെ പോകുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സിയിൽ നിലവിൽ മാർക്കറ്റ് പോയിരിക്കുന്നത് 216 വരെ മാർക്കറ്റ് പോയിട്ടുള്ളൂ. പക്ഷേ 219 വരെയും ആ മാർക്കറ്റ് നിലവിൽ പോകേണ്ടതാണ്. അതൊന്നും കൂടെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ നിന്ന് നിന്നാൽ പോരാ, അത് കറങ്ങി തിരിച്ചാണെങ്കിലും പൊക്കോട്ടെ. നമ്മൾ 229.48 നമുക്ക് 21 പോയിൻ്റ് മതി. 21 പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾറെഡി 331 പോയതാണ്. പിന്നെ ഈ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് എനിക്കത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് 21 പോയിൻ്റാണ് എൻ്റെ ഒരു ദിവസത്തെ മിനിമം ടാർഗറ്റ്. നമുക്കതും മതി. അല്ലാതെ മറ്റുള്ള വീഡിയോയിലൊക്കെ കാണിക്കുന്ന പോലെ 1 ലക്ഷം 2 ലക്ഷം PNL കാണിക്കേണ്ട കാര്യങ്ങളൊന്നും നമുക്കില്ല. നമുക്ക് പോയിൻ്റ് വൈസ് കാണിച്ചാൽ മതി. താല്പര്യമുള്ളവർക്ക് ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഷിഫ്റ്റ് സെല്ല്. അപ്പോൾ ഷിഫ്റ്റ് സെല്ല് 402 നമ്മൾ പറഞ്ഞത് 229 എത്തുമ്പോഴത്തേക്കും എക്സിറ്റാണ് പറഞ്ഞത്. നമുക്ക് എത്ര പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്? 240 20 ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട്. 21 പകരം 35-40 പോയിൻ്റ് അവിടെ കിട്ടിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് എക്സിറ്റ് ചെയ്ത് പരിപാടിയും നമ്മളുടെ നിർത്തിയിട്ടുണ്ട്. അത് കയറി പോയി കഴിഞ്ഞാൽ സാധനം എവിടം വരെ പോകാം, 260 ലെവലിലേക്കൊക്കെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. നമുക്കതൊന്നും വേണ്ട. നമുക്ക് ദൈവം എന്ത് വീഴ്ചിട്ടുണ്ടോ അത് നമ്മൾ കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ചാർട്ട് പറയും. അതെ, മനേഷ് ഡിസിപ്ലിൻ ആയിട്ടുള്ളൊരു ട്രേഡറാണ്, നമുക്ക് അവന് വഴി പറഞ്ഞു കൊടുക്കാം. മറ്റേ ഡോറാബുജിയുടെ കഥ പറയുന്ന പോലെയാണ്, അവന് വഴി പറഞ്ഞു കൊടുക്കാം, അവൻ പ്രശ്നക്കാരനല്ല എന്നുള്ള തോന്നൽ ചാർട്ടിന് നമ്മളോടുണ്ടാവണം. എങ്കിൽ നമുക്ക് എല്ലാ ദിവസവും പ്രോഫിറ്റബിളായിട്ട് പതുക്കെ മുമ്പോട്ട് പോകാം. ഈ സാധനം മാർക്കറ്റ് മൂവ് ചെയ്ത് മുകളിലോട്ട് പോകുമെന്നും RSI ക്രോസ് ഓവറായി വരുമെന്നും ഒക്കെ നമുക്കറിയാം. ഓരോ ക്യാൻഡിലും ഓരോ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് 21 പോയിൻ്റാണ് ടാർഗറ്റ് എന്ന് ഞാൻ പറഞ്ഞു. 21 പോയിന്റിൽ അതിന് മേലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 202 നമ്മൾ എടുത്തത്. 202 തൊട്ട് 34 വരെ ന്യായമായിട്ടുള്ള പോയിൻ്റ് അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് RSIയുടെ ക്രോസ് ഓവർ ഒന്നും അല്ല നോക്കിയത്, അവിടെ എടുക്കണമെന്ന് തോന്നി,
മനസ്സിൽ തീരുമാനിച്ചു, അവിടെ എടുത്തു. കാരണം ലോസ് വന്നാലും അത് ആവറേജ് ചെയ്യാൻ തയ്യാറായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ അത് മൂവിലേക്ക് പോയത്. കാരണം നമ്മൾ ലോസ് വരുമോ എന്നും പറഞ്ഞുകൊണ്ട് എടുക്കുമ്പോഴാണ് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് നമ്മൾ ലോസിൽ കൊണ്ട് പെടുത്തുന്നത്. നേരെ മറിച്ച് ഞാൻ എടുക്കുന്നത് എങ്ങനെ, ലോസ് വരട്ടെ എന്നും പറഞ്ഞ് ഞാൻ രണ്ടും കൽപ്പിച്ച് ധൈര്യത്തോടു കൂടിയാണ് എടുക്കണേ. അപ്പോൾ അവിടെ എന്ത് വന്ന്, മാർക്കറ്റ് തിരിച്ച് നല്ല രീതിയിൽ റിക്കവർ ചെയ്ത് മുകളിലോട്ട് പോയി. അപ്പോൾ ഓപ്പോസിറ്റിലെ സ്ട്രോങ് ബിലീഫ് വെച്ചുകൊണ്ട് എടുക്കുമ്പോഴത്തേക്കും അതിന് ഓപ്പോസിറ്റാണ് കാര്യങ്ങൾ സംഭവിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് സ്ട്രോങ് ആയിരിക്കണം, ബോൾഡായിരിക്കണം, ടെൻഷൻ പാടില്ല. നമ്മൾ ചിരിച്ച് കളിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ട് ട്രേഡ് എടുക്കണം. അല്ലാതെ ഒരു ട്രേഡ് എടുത്ത് വെച്ചിട്ട് സങ്കടപ്പെട്ട് കഴിഞ്ഞിട്ട് ഇപ്പം താഴത്തോട്ട് പോകുമെന്നും പറഞ്ഞുകൊണ്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴത്തോട്ട് പോകും. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ അതൊരു പോസിറ്റീവ് വൈബാണ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അത് നടക്കും, അത് തഥാസ്തു. എപ്പോഴും നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് കോൺസെൻട്രേഷൻ ചെയ്ത് സ്ട്രോങ് ആക്കി തീരുമാനങ്ങൾ സബ്കോൺഷ്യസ് മൈൻഡ് എടുക്കുന്ന ലെവലിലേക്ക് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കൊരു ടെൻഷനും ഇല്ല. അപ്പോൾ ആവറേജിങ്ങിൻ്റെ വീഡിയോ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. 260. ഇപ്പം നമ്മൾ പറഞ്ഞ അടുത്ത ലെവലിലേക്ക് മാർക്കറ്റ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 260. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒന്ന് സ്ട്രഗിൾ ആയപ്പോൾ നമ്മൾ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരാം. അത് 219 ഭാഗത്ത് വരെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. മാർക്കറ്റ് ഇപ്പോൾ അടുത്ത ടാർഗറ്റ് ലെവലിലേക്ക് എത്തി. നമ്മൾ ഇവിടെ ഒരു ടാർഗറ്റ് ലെവൽ ഉണ്ടായിരുന്നു, 253 ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ടാർഗറ്റ് 253 ആയിരുന്നു. ഇനി 260 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഒരു മൂവ് വന്നു കഴിഞ്ഞാൽ അടുത്ത നമ്മളുടെ ടാർഗറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 301 ആണ്. അടുത്ത ടാർഗറ്റ് ഏരിയ എന്ന് പറയുന്നത് ഈ 260 ബ്രേക്ക് ചെയ്ത് പോകണം. അപ്പോൾ നമ്മൾ എടുത്തത് 202 ആ ഭാഗത്താണ് നമ്മൾ എൻട്രി എടുത്തത്. ഓൾറെഡി 47-50 പോയിൻ്റ് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 50 പോയിൻ്റ് സിയിലും കിട്ടിയായിരുന്നു, അടുത്ത 50 പോയിൻ്റ് പിയിലും കിട്ടിയപ്പോൾ ഓൾറെഡി 100 പോയിൻ്റ് അടുത്ത് ടാർഗറ്റ് റീച്ച് ആയിട്ടുണ്ട്.